മാമുദീസ സ്വീകരിക്കുന്നത്. അറിവാകുന്ന പ്രായത്തിനു മുന്നേ എന്നെ അപ്പനും അമ്മയും കൊണ്ട് മാമുദീസ സ്വീകരിപ്പിക്കുക. അതിലും നല്ലത് അറിവായതിനു ശേഷം എനിക്ക് ഉത്ബോധത്തോടെ എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കണം, എനിക്ക് സഭയിൽ അംഗമാകണം എന്നുള്ളൊരു അവബോധത്തോടെ കൂടെ മാമുദീസ സ്വീകരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ചോദ്യം കേട്ടോ. വെറൈറ്റിയല്ലേ? നീതുവിന് ജനിച്ചു കഴിഞ്ഞ 10ാം പൊക്കം ഭയങ്കരമായ ഒരു അസുഖം പിടിച്ചെന്ന് വിചാരിച്ചോ? എന്ന് വിചാരിക്കുക. ഏത് ആശുപത്രി പോണോന്ന് തീരുമാനിച്ചത് നീതുവാണോ പേരൻസ് ആണോ? പറ. അത് അമ്മച്ചിയാണ്. അസുഖം പിടിച്ചിട്ടുണ്ട്. ഏത് മരുന്ന് തരണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഡോക്ടറാണോ, അമ്മയാണോ, നീതുവാണോ? ഇപ്പൊ പറയണം. തീർച്ചയായിട്ടും അവര് തന്നെയാണ്, ഞാനല്ല. അപ്പൊ ഇതൊക്കെ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ബുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചു. ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് കൊണ്ട ചേർത്തത് ആരാ? നീതുവിനോട് ചോദിച്ചിട്ടാണോ ഏത് സ്കൂളിലാണെന്ന് തീരുമാനിച്ചത്? ആ, എന്തുകൊണ്ടായിരിക്കും പേരൻസ് അത് ചെയ്തത്? തീർച്ചയായിട്ടും എന്റെ ഒരു നല്ല ഒരു ഭാവിയെ കരുതിയായിരിക്കും. അത് തന്നെ. ചില കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് അപ്പുറത്താണ്, നമ്മളത് അംഗീകരിക്കണം, അല്ലേ? നമ്മളെല്ലാം ലിമിറ്റഡ് ഹ്യൂമൻ ബീങ്സ് ആണ്. എന്റെ കുഞ്ഞിന് ആത്മരക്ഷ കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ, ഏകരക്ഷകൻ ഈശോ മിശിഹായാണെന്നുള്ള വലിയ ബോധ്യം അവർക്കുണ്ടെങ്കിൽ, നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതും ദൈവ കൃപ കിട്ടുന്നതും. ഇതൊരു ക്ലബിൽ അംഗത്വം എടുക്കുന്നതല്ലല്ലോ മാമോദീസ. മാമോദീസായിലൂടെ കൃപ കിട്ടുകയാണ്. ആ കൃപ കിട്ടുമ്പോഴാണ് ആത്മരക്ഷ സാധ്യമാകുന്നെന്നുള്ളൊരു ബോധ്യം മാതാപിതാക്കൾക്കുള്ളപ്പോ ആ മാമോദീസായിലൂടെ നമുക്ക് കൃപകൾ വാങ്ങിത്തരുന്നത് വലിയ കുഴപ്പമാണോ? അല്ല. ജീവിതത്തിലെ എല്ലാ ചോയ്സും നമ്മുടേതാണെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ചില ചോയ്സുകൾ നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് വേണ്ടിയിട്ട് എടുക്കും. അത് തെറ്റുമല്ല.